മണ്ണാർക്കാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ണാർക്കാട് മണ്ഡലത്തിലെ 3 മുന്നണികളും. സിറ്റിംഗ് സീറ്റിൽ വിജയം ആവർത്തിക്കാൻ UDFും പിടിച്ചെടുക്കാൻ LDFും കടുത്ത പോരാട്ടമാണ് നടത്തുന്നത്. ശക്തി തെളിയിക്കാൻ NDAയും സജീവമായി മണ്ഡലത്തിലുണ്ട്. തുടർച്ചയായി 3 തവണ UDFിനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണയും കൈവിടില്ലെന്ന ആത്മവിശ്വാസമാണ് UDFിന്റെ കൈമുതൽ. അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലെ ഭൂരിപക്ഷത്തിലാണ് UDF മണ്ഡലത്തിൽ വിജയിച്ചു കയറാറുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ UDFിന്റെ മുന്നേറ്റം കരുത്തു പകരുന്നതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 16,854 വോട്ടിന് ലീഡാണ് UDFിനുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടിന്റെ പാറ്റേൺ നിയമസഭയിൽ ഉണ്ടാകില്ലെങ്കിലും 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് N ഷംസുദ്ദീനിലൂടെ UDF ലക്ഷ്യമിടുന്നത്. അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിലെയും മണ്ണാർക്കാട് നഗരസഭയിലെയും ലീഡാണ് UDFിന്റെ ശക്തി. ഇത് ഇത്തവണയും നിലനിർത്താനാവുമെന്നും UDF കണക്കുകൂട്ടുന്നു. കുമരമ്പത്തൂരിൽ ഒപ്പത്തിനൊപ്പവും തെങ്കരയിൽ നേരിയ ഭൂരിപക്ഷവുമാണ് UDF പ്രതീക്ഷ. അട്ടപ്പാടിയിൽ UDF ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി LDF നേരിയ മുൻതൂക്കം നേടിയാലും അട്ടപ്പാടിക്ക് താഴെയുള്ള ലീഡ് കൊണ്ട് അത് മറികടക്കാനാവുമെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDFിന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നാണ് മണ്ഡലത്തിൽ നിന്നുള്ള മൻസിൽ അബൂബക്കറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ LDF കണക്കുകൂട്ടുന്നത്. അലനല്ലൂർ, കോട്ടപ്പാടം പഞ്ചായത്തുകളിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള സ്വാധീനവും ലീഗിലെ വിഭാഗീയതയും UDFിന്റെ ലീഡ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇടത് നേതാക്കളുടെ പ്രതീക്ഷ. PK ശശിയുടെ UDF പ്രവേശനം LDFിന് അനുകൂലമാകുമെന്നും നേതാക്കൾ കരുതുന്നു. ശശി CPMലുള്ളപ്പോൾ മറുപക്ഷത്തേക്ക് പോരുന്ന നല്ലൊരു ശതമാനം വോട്ട് ഇത്തവണ LDFിന് ലഭിക്കും. ശശി അനുകൂലികളുടെ മണ്ണാർക്കാട്ടെ സ്വാധീനത്തിൽ തെല്ലും ഭയമില്ലെന്നും നേതാക്കൾ പറയുന്നു. ഈ ഘടകങ്ങൾക്കപ്പുറം 3 തവണ വിജയിച്ചയാൾ മാറട്ടെ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നിശബ്ദ വോട്ടർമാരുണ്ടെന്നും അവർ ഇത്തവണ LDFിനൊപ്പം നിൽക്കുമെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്ത് ഭരണം പിടിച്ച BJP മണ്ഡലത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും BJPയുടെ കരുത്തിൽ NDA സ്ഥാനാർത്ഥി ഐസക് വർഗീസിന് വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയാണ് NDA നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലാകെ 15,116 വോട്ടാണ് BJP നേടിയത്. കേന്ദ്ര പദ്ധതികളിലെ ജനങ്ങളുടെ പ്രതീക്ഷയിൽ വോട്ടർമാർ NDAക്കൊപ്പം നിൽക്കുമെന്നും കണക്കുകൂട്ടുന്നു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.